ഹരി ഓം. ഈ ഭക്തിസാന്ദ്രമായ സായം സന്ധ്യയിലേക്ക് എല്ലാവർക്കും നമസ്കാരം, സ്വാഗതം. SPYSS മലയാളം ഓൺലൈൻ യോഗയുടെ ആഭിമുഖ്യത്തിൽ എല്ലാ ചൊവ്വാഴ്ചയും നടത്തിവരുന്ന അദ്വൈതാമൃതം ഭക്തിസാന്ദ്രമായ പരിപാടിയിലേക്ക് ആദരണീയനായ ബ്രഹ്മശ്രീ സാന്ദ്രാനന്ദ സ്വാമികൾക്ക് ആദരവോടെ ഞാൻ സ്വാഗതം അർപ്പിക്കുന്നു. ഹരിയോ സ്വാമി, ഹരിയോ. അതിനോടൊപ്പം തന്നെ ഈ SPYSSന്റെ മുഖ്യ അമരക്കാരനായ ബഹുമാനപ്പെട്ട ഗോവണ്ണന് ഇതിലേക്ക് ഞാൻ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഹരിയോ. എല്ലാവരെയും ഇത് ശ്രോതാക്കളായിട്ട് കേൾക്കാൻ വേണ്ടി സ്വാഗതം ചെയ്യുന്നു. ഹരി. ദൈവമേ കാത്തുകൊള്ളുകങ്ങു കൈവിടാതിന്നു ഞങ്ങളെ, നാവികൻ നീ ഭവാബ്ദിക്കോരാവിവൻ തോണി നിൻപദം, ഒന്നൊന്നായി എണ്ണി എണ്ണി തൊട്ടെണ്ണും പൊരുളൊടുങ്ങിയാൽ നിന്നിടും ദൃക്കുപോലുള്ളം നിന്നിലാസ്പന്ദമാവണം. അന്നവസ്ത്രാദി മുട്ടാതെ തന്നു രക്ഷിച്ചു ഞങ്ങളെ, ധന്യരാക്കുന്ന നീ ഒന്നു തന്നെ ഞങ്ങൾക്കു തമ്പുരാൻ. ആഴിയും തിരയും കാറ്റും ആഴവും പോലെ ഞങ്ങളും, മായയും നിൻ മഹിമയും നീയും എന്നുള്ളിലാകണം. നീയല്ലോ സൃഷ്ടിയും സൃഷ്ടാവായതും സൃഷ്ടിജാലവും, നീയല്ലോ ദൈവമേ സൃഷ്ടിക്കുള്ള സാമഗ്രിയായതും, നീയല്ലോ മായയും മായാവിയും മായാവിനോദനും, നീയല്ലോ മായയെ നീക്കി സായുജ്യം നൽകുമാര്യനും. നീ സത്യം ജ്ഞാനമാനന്ദം, നീ തന്നെ വർത്തമാനവും ഭൂതവും ഭാവിയും വേറെല്ലാതും മൊഴിയുമോർക്കിൽ നീ അകവും പുറമും തിങ്ങും മഹിമാവാർന്ന നിൻപദം. പുകഴ്ത്തുന്നു ഞങ്ങളങ്ങേ ഭഗവാനെ, ജയിക്കുക ജയിക്കുക മഹാദേവ ദീനാവനപരായണ, ജയിക്കുക ചിദാനന്ദ ദയാസിന്ധോ, ജയിക്കുക. ആഴമേറും നിൻ മഹസ്സാമാഴിയിൽ ഞങ്ങളാകവേ ആഴണം വാഴണം നിത്യം, വാഴണം വാഴണം സുഖം. ആഴമേറും നിൻ മഹസ്സാമാഴിയിൽ ഞങ്ങളാകവേ ആഴണം വാഴണം നിത്യം, വാഴണം വാഴണം സുഖം. ഓം ശ്രീനാരായണ ഗുരുസ്വാമിയെ നമഃ. അടുത്തത് 27, 28 ശ്ലോകങ്ങളാ ഞാൻ തന്നെയാണ് ചൊല്ലാന് പറഞ്ഞിരിക്കുന്നത്. എടുക്കട്ടെ. 27, 28. ഗുരുഭ്യോ നമഃ. ശ്രീ നാരായണായ നമഃ. 27ാമത്തെ ശ്ലോകം. ഇരുളിലിരുന്നറിയുന്നതാകുമാത്മാവ്, അറിവതു താനത നാമരൂപമായും, കാരണമോടിന്ദ്രിയ കർത്തൃകർമ്മമായും വരുവത് കാൺക മഹേന്ദ്രജാലമെല്ലാം. അടിമുടിയറ്റടി തൊട്ടു മൗലിയന്തം സ്ഫുടമറിയുന്നതു തുര്യബോധമാകും. ജഡമറിവിലതു ചിന്ത ചെയ്തു ചൊല്ലുന്ന ഇടയിലിരുന്നറിവില്ലറിഞ്ഞിടേണം. അടുത്തത് രാധാമണിയക്ക 29, 30 ശ്ലോകം. ഹരിയോം ഹരിയോം. ശ്രീ ഗുരുഭ്യോ നമഃ. മനമലർ കൊയ്തു മഹേശ പൂജ ചെയ്യും മനുജനു മറ്റൊരു വേല ചെയ്തിടേണ്ട. വനമലർ കൊയ്തും അതല്ലയായിൽ മായാവന് ഒരു വെട്ടുമിരിക്കിൽ മായ മാറും. ജഡമറിവില അറിവിന്നു ചിന്തയില്ല, ഓതിടുകയുമില്ല
അറിവെന്നറിഞ്ഞ് സർവം വിടുകിൽ അവൻ വിശദാന്തരാങ്കനായി മേലുഴലിൽ അമർന്ന് ഉഴലുന്നതില്ല നൂനം. ഹരി ഓം. ഹരി ഓം. ബഹുമാന്യ സ്വാമിയെ ക്ഷണിക്കുന്നു. സ്വാമിക്ക് സ്വാഗതം. ഹരി ഓം. ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം. ഓം ശ്രീനാരായണ പരമ ഗുരവേ നമഃ. ഓം സഹനാവവതു സഹനൗ ഭുനക്തു സഹ വീര്യം കരവാവഹൈ തേജസ്വിനാവധീതമസ്തു മാ വിദ്വിഷാവഹൈ. ഓം ശാന്തി ശാന്തി ശാന്തി. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ധ്യാന പരിശീലനമായിരുന്നു. എല്ലാവരും തുടർന്നുള്ള ദിവസവും ധ്യാനം പരിശീലിക്കുന്നുണ്ട് എന്ന് വിശ്വസിക്കുകയാണ്. എന്തെങ്കിലും മനസ്സിന് ഏകാഗ്രത കൂടുതൽ ലഭിച്ചോ, അതേപോലെ തന്നെ സ്വന്തമായിട്ട് നമ്മൾ ധ്യാനിക്കുമ്പോൾ ഉദ്ദേശിച്ച രീതിയിൽ മനസ്സിനെ നിർത്തുവാൻ സാധിക്കുന്നുണ്ടോ, മനസ്സ് നമ്മളെ കബളിപ്പിക്കുന്നുണ്ടോ എന്നൊക്കെ ഇതിന്റെ കൂടെ നിരീക്ഷിക്കുന്ന നല്ലതായിരിക്കും. എന്തായാലും നമ്മൾ അങ്ങനെയുള്ള ഒരു ധ്യാനത്തിന്റെ ആഴങ്ങളിൽ ആണ് ഈ അദ്വൈത സത്യത്തെ സാക്ഷാത്കരിക്കുവാനായിട്ട് നമുക്ക് സാധിക്കുന്നത്. മഹർഷിമാര് പറയാറുണ്ട്, ഉത്തമോ ബ്രഹ്മസദ്ഭാവ ധ്യാനഭാവസ്തു മധ്യമ ബഹിപൂജ അധമോ അധമ. ഏറ്റവും ഉത്തമമായിട്ടുള്ള ഒരു കാര്യമാണ്, എല്ലാം ബ്രഹ്മമാണ്, എല്ലാം അറിവാണ്, എല്ലാം ആ ചൈതന്യമാണ് എന്നുള്ള തിരിച്ചറിവ്. ഇനി അങ്ങനെ നമുക്കത് എല്ലാ സമയത്തും അതുപോലെ പറ്റുന്നില്ല എങ്കിൽ അതിൻ്റെ നമ്മൾ പ്രത്യേക സമയത്ത് മനസ്സിനെ ഏകാഗ്രപ്പെടുത്തി ധ്യാനിക്കുന്ന സമയത്ത് ആ ഒരു രീതിയിലേക്ക് നമുക്ക് പോകാൻ സാധിക്കണം. അപ്പൊ അങ്ങനെ ഓരോരുത്തരുടെ സംസ്കാരത്തിനനുസരിച്ച്, ടേസ്റ്റ് അനുസരിച്ച് മഹർഷിമാർ ഈ ആത്മാവിനെ എങ്ങനെ തിരിച്ചറിഞ്ഞ് ഒരു ജീവൻ മുക്ത അവസ്ഥയിലേക്ക് പോകാം, ഈ സംസാര ദുഃഖത്തെ എപ്രകാരം നമുക്ക് ഇല്ലാതാക്കാം എന്നുള്ളതിനെ കുറിച്ച് ആണ് അവര് നമ്മളെ ഉദ്ബോധിപ്പിക്കുന്നത്. അപ്പൊ നമ്മൾ അതിനകത്ത് പറ്റുന്ന നമ്മുടെ ടേസ്റ്റ് അനുസരിച്ച്, നമ്മുടെ സംസ്കാരം അനുസരിച്ച്, നമ്മുടെ കർമ്മം അനുസരിച്ച് നമ്മളത് അവിടെ നിന്ന് ആരംഭിക്കുക എന്നുള്ളതാണ്. അപ്പൊ ഗുരു കഴിഞ്ഞ ശ്ലോകങ്ങളിലൊക്കെ ഈ ആത്മാവിനെ എങ്ങനെ തിരിച്ചറിഞ്ഞാൽ ഇവിടെ പിന്നെ ദുഃഖിക്കേണ്ടി വരുന്നില്ല എന്ന് സൂചിപ്പിക്കുകയുണ്ടായി. അപ്പോ ആ പരമ്പൊരുളിനെ ഗുരു ധർമ്മി എന്നാണ് പറയുന്നത്. അടുത്ത ശ്ലോകത്തിലേക്ക് വരുമ്പോ ഗുരു ഈ അനുഭവത്തിന്റെ തലമാണ് പറയുന്നത്. അനുഭവമാദിയിൽ ഒന്നിരിക്കലല്ല അനുമതിയില്ല, ഇത് മുന്നമക്ഷിയാലേ അനുഭവിയാതതുകൊണ്ട് ധർമ്മിയുണ്ടെന്ന് അനുമതിയാൽ അറിവിയിൽ അറിഞ്ഞിടണം. അപ്പോ അനുഭവം ആദിയിൽ, അപ്പൊ ഏറ്റവും ആദിയിൽ, ഏറ്റവും ആരംഭത്തിൽ തന്നെ, തുടക്കത്തിൽ തന്നെ അനുഭവം, പ്രത്യക്ഷമായിട്ടുള്ള ഒരു അനുഭവം, നമ്മുടെ ഇന്ദ്രിയങ്ങൾക്ക് ഗോചരമായിട്ടുള്ളതിനെ ആണ് നമ്മൾ അനുഭവം എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ അങ്ങനെ ഇന്ദ്രിയങ്ങൾക്ക് ഗോചരമായിട്ടുള്ള ഒന്നിനെ അല്ല പറയുന്നത്, ഇന്ദ്രിയങ്ങളെ കൂടി പ്രവർത്തിപ്പിക്കുന്ന ആ ഒന്നിനെയോ. പക്ഷെ
അതിനെ നമുക്ക് അതിനെക്കുറിച്ചുള്ള ഒരു അനുഭവം നമുക്കുണ്ടാകണം. അങ്ങനെ ഒരു അനുഭവം ആദിയിൽ ഒന്നിരിക്കൽ അല്ലാതെ അനുമതി ഇല്ല ഇല്ല എന്ന് നമുക്ക് ഊഹിക്കാൻ പറ്റില്ല എന്നുള്ളതാണ്. അപ്പോ ഇവിടെ നമുക്ക് എന്തെങ്കിലും ഊഹിക്കണമെങ്കിൽ, നമുക്ക് ആ രീതിയിൽ ചിന്തിക്കണമെങ്കിൽ ഒരു അനുഭവം ഉണ്ടായിരിക്കണം. മുന്നം അക്ഷിയാലയം, ഇതിനു മുൻപ് അക്ഷിയാലയം വെച്ചാൽ കാണുന്ന നമ്മുടെ കണ്ണുകൊണ്ട് ശരിക്കും അതിനെക്കുറിച്ചുള്ള അറിവ് എന്താണ് അനുഭവിയാതെ, അതുകൊണ്ട് നമുക്ക് അറിയാൻ പറ്റാതെ, നമ്മൾ അനുഭവിച്ചിട്ടില്ല എങ്കിൽ ധർമ്മി ഉണ്ട് എന്ന് അനുമതിയാല് അറിവിൽ അറിഞ്ഞിരാം. അങ്ങനെ ഒരു അനുമതിയാല് നമുക്കൊരു ഊഹാപോഹം കൊണ്ട് അറിയാൻ പറ്റില്ല എന്ന് നമ്മൾ തിരിച്ചറിയണമെന്നാണ് പറയുന്നത്. അപ്പോ ഇവിടെ അനുഭവം എന്നുള്ളത് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ട് നമ്മൾ അനുഭവിക്കുന്നത്, അത് നമ്മൾക്ക് സാധാരണ അത് മനസ്സിലാവുന്ന ഒരു കാര്യമാണ്. പക്ഷേ ഇവിടെ പ്രതിപാദിക്കുന്ന ധർമ്മി അല്ലെങ്കിൽ ഇതിനെല്ലാം സാക്ഷിയായിരിക്കുന്ന ഒന്നിനെ നമ്മൾക്ക് നേരിട്ട് ഈ കാലദേശങ്ങളുടെ ഉള്ളിൽ നിന്നുകൊണ്ട് അറിയാൻ പറ്റില്ല എന്നുള്ളത് ഒരു സത്യമാണ്. പക്ഷെ ഗുരു, അതുപോലെ ഗുരുക്കന്മാര്, മുൻപുള്ള അവരെല്ലാം, നമ്മളെല്ലാവരും അനുഭവശാലികളാണ്. എന്തിൻ്റെ? ഈ ആത്മാവിൻ്റെ, ഈ ധർമ്മിയുടെ, ഈ പരമ്പൊരുളിൻ്റെ, ഈ നിത്യ സത്യത്തിൻ്റെ, എല്ലാത്തിനെയും പ്രകാശിപ്പിക്കുന്ന ആ പ്രകാശത്തെ, അതിനെയൊക്കെ നമ്മൾ അനുഭവിക്കുന്ന ആളുകളാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ആ അനുഭവത്തെ ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് യഥാർത്ഥ ഗുരു തത്വമസി ഉപദേശിക്കുന്നത്. അപ്പോ നമ്മൾ ഓരോരുത്തരും നമ്മളുടെ ജാഗ്രത്, സ്വപ്ന, സുഷുപ്തിയെ നമ്മൾ ശരിയായ രീതിയിൽ വിശകലനം ചെയ്യുമ്പോൾ നമ്മളത് പല സന്ദർഭങ്ങളിലും സംസാരിച്ചിട്ടുണ്ട്, ചർച്ച ചെയ്തിട്ടുണ്ട്. അപ്പോ ഈ നിരന്തരമായിട്ട് നമ്മൾ ഈ ഒരു അവസ്ഥകളെ വിശകലനം ചെയ്യുമ്പോഴാണ് ഇതിനെല്ലാം തിരിച്ചറിഞ്ഞുകൊണ്ട് ഇരിക്കുന്ന തുര്യമായിട്ടുള്ള ഒരു അവബോധം, അപ്പോ അത് എല്ലാത്തിലും, എല്ലാ മാറ്റങ്ങളിലും അവിടെ ഉണ്ട്. ഏത് മാറ്റങ്ങൾ ഏത് രീതിയിലൊക്കെ സംഭവിക്കുമ്പോഴും അതിൻ്റെ അന്തർധാരയായിട്ട് മാറ്റമില്ലാതെ വർത്തിക്കുന്ന ഏതൊന്നാണോ അത്. അപ്പോ അതിനെക്കുറിച്ചുള്ള നമുക്കൊരു പ്രത്യക്ഷമായിട്ടുള്ള അനുഭവം എന്ന് പറയുമ്പോൾ, ഇപ്പൊ നമ്മൾ കഴിഞ്ഞ ദിവസം സമാധിയെ കുറിച്ചൊക്കെ പറയുമ്പോഴും പറയുന്നുണ്ട്. അപ്പൊ പലപ്പോഴും നമ്മൾ കാര്യമായിട്ടുള്ള കാര്യങ്ങൾ ആത്മാവിനെ കുറിച്ച് ചർച്ച ചെയ്ത് വരുമ്പോ ഒരു കൂട്ടർ ചോദിക്കും, ഇതൊക്കെ പറയുമ്പോൾ നിങ്ങൾക്ക് അനുഭവമുണ്ടോ? അനുഭവം ഉണ്ടെങ്കിൽ മാത്രമേ ഇതിനെക്കുറിച്ച് പറയാവൂ എന്ന് ചില ആളുകൾ, ചില കൾട്ടിൽ പോകുന്ന ചില ഇപ്പൊ നമ്മൾക്ക് യോഗദർശനം, ഭക്തി ദർശനം, ജ്ഞാനദർശനം ഒക്കെ, ഇങ്ങനെ 4 മാർഗങ്ങൾ നമുക്കുണ്ട്. അപ്പൊ ഈ ജ്ഞാനത്തെ കുറിച്ച് മാത്രം നമ്മൾ ഇങ്ങനെ സംസാരിക്കുമ്പോൾ മറ്റ് 3 മാർഗത്തിൽ സഞ്ചരിക്കുന്നവരും ചോദിക്കാറുണ്ട്, ഇതൊക്കെ നമ്മളൊക്കെ പറയുമ്പോഴും നിങ്ങൾക്ക് ആ ആത്മാനുഭവം ഉണ്ടായിട്ടുണ്ടോ? അപ്പോൾ സ്വാഭാവികമായിട്ട് അങ്ങനെ ആത്മാനുഭവം ആർക്കും ഉണ്ടാകില്ല എന്നുള്ളതാണ് സത്യം. എന്തുകൊണ്ട്? അവിടെ മനസ്സില്ല. അപ്രാപ്യ മനസാ സഹ, അവിടെ മനസ്സില്ല. അപ്പൊ മനസ്സില്ലാതെ നമുക്ക് എങ്ങനെയാണ് ഒന്ന് അനുഭവിക്കാൻ പറ്റുക? അതിനെക്കുറിച്ചും മഹർഷിമാര് കൃത്യമായിട്ട് വിശകലനം ചെയ്ത് മുന്നോട്ട് പോയിട്ടുണ്ട്. അപ്പോ ഇത് രണ്ടും നമ്മൾ തിരിച്ചറിഞ്ഞില്ല എങ്കിൽ
നമ്മുടെ ഈ വഴിയിലും നമ്മൾ ഇടയ്ക്ക് നമ്മുടെ യാത്ര സുഗമമാവാതെ അതിന്റെ സമാപ്തിയിലെത്താതെ നിന്നു പോകാം. അതുകൊണ്ട് നമ്മുടെ ഈ ജാഗ്രത അവസ്ഥയിലുള്ള അനുഭവത്തെ കുറിച്ച് പറയുന്ന ആ മനസ്സിലാക്കലല്ല ഈ പരമ്പൊരുളിനെ കുറിച്ച്, പരമാത്മാവിനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അവിടെ ഈ മനസ്സൊന്നും അവിടെ എത്തുന്നില്ല എന്നുള്ള അറിവ്, അതിനാണ് നമ്മൾ സുഷുപ്തിയെ കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ അവിടെ ഇപ്പോൾ നമ്മൾ സംസാരിക്കുന്ന ഞാനില്ല, ഈ മനസ്സില്ല, ഇന്ദ്രിയങ്ങളില്ല, ഒന്നുമില്ല. പക്ഷെ അതിൽ നിന്ന് നമ്മൾ പുറത്തേക്ക് വന്നു കഴിയുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ ചോദിക്കുന്നുണ്ട്, എങ്ങനെയുണ്ടായിരുന്നു ഉറക്കം? അപ്പൊ ഞാൻ സുഖമായി ഉറങ്ങി, ഒന്നും അറിഞ്ഞില്ല എന്ന് നമ്മൾ എല്ലാവരും പറയുന്ന കാര്യമാണ്. പക്ഷേ അതിനെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചിട്ടാണോ പറഞ്ഞത് എന്ന് ചോദിച്ചാൽ അല്ല. അത് നമുക്കൊരു സ്പോണ്ടേനിയസ് ആയിട്ടുള്ള ഒരു ഉത്തരവാണ്. കാരണം എന്താണ്? അവിടെ അറിയാനൊന്നും ഇല്ലായിരുന്നു. ഞാൻ ഒന്നും അറിഞ്ഞില്ല എന്ന് പറയുമ്പോൾ അവിടെ ദൃശ്യമില്ലായിരുന്നു. പക്ഷെ ഞാനുണ്ട്, ദൃക്ക് അവിടെ ഉണ്ട്. ഞാനൊന്നും അറിഞ്ഞില്ല, സുഖമായിട്ട് ഉറങ്ങി. അപ്പൊ സുഖമായിരുന്നു, അവിടെ ഉറങ്ങി എന്ന് പറയുന്നത് അവിടെയാണ് ഒരു കള്ളത്തരം നമ്മുടെ മനസ്സ് നമ്മളോട് പറയുന്നത്. ആ ഉറങ്ങലിനെ തിരിച്ചറിയാനായിട്ട് ഈ പറഞ്ഞ മനസ്സ് അവിടെ ഇല്ലായിരുന്നു. പക്ഷേ ഏത് മാറ്റങ്ങൾ ഉണ്ടാകുമ്പോഴും ആ മാറ്റങ്ങളെ തിരിച്ചറിഞ്ഞുകൊണ്ട് മാറാതെ ഇരിക്കുന്ന ആ പൊരുൾ ഏതോ അതിനെയാണ് ഇവിടെ ഒരു അനുഭവം ആദിയിൽ ഒന്ന് എന്ന് പറയുന്നത്. നമ്മുടെ ആദിയിലുള്ള അനുഭവം അത് ഏവർക്കും ഉള്ളതാണ്, ആർക്കും ഇല്ലാതെ പോകുന്നില്ല. പക്ഷെ എന്തുകൊണ്ടാണ് നമ്മൾ അത് തിരിച്ചറിയാത്തത്? നമ്മൾ അന്വേഷിച്ചിട്ടില്ല, നമ്മുടെ മുൻവിധികൾ കൊണ്ട് നമ്മളത് മായ കൊണ്ടെന്നൊക്കെ കൊണ്ട് നമുക്ക് പറയാം. ഇങ്ങനെ പോവുകയാണ്. അപ്പോ ഗുരു ഇവിടെ സൂചിപ്പിക്കുന്നു, എല്ലാ ഗുരുക്കന്മാരും പറയുന്നത് തന്നെയാണ്, സത്യസാക്ഷാത്കാരം നേടിയിട്ടുള്ള എല്ലാ ഗുരുക്കന്മാരും പറയുന്നത് അനുഭവം ആദിയിൽ ഒന്ന് ഇരിക്കലല്ലാതെ, ആദ്യത്തിലുള്ള ഏറ്റവും തുടക്കം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ ഈ ഞാൻ സ്ഫുരിച്ചു വരുന്നത് എവിടെ. അതുകൊണ്ട് തന്നെയാണ് ഇതില്ലാതെ അനുമതിയില്ല ഇത്. അപ്പൊ ഇവിടെ ഈ അനുഭവം ഉള്ളത് കൊണ്ടാണ് നമ്മൾ ഊഹിക്കുന്നത്. ഇപ്പോ ഒരു സ്ഥലത്ത് പുക കാണുന്നു, ആ പുക കാണുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം എന്താണ്? അവിടെ അഗ്നി ഉണ്ട് എന്നാണ്. അത് നമ്മുടെ അനുമാനമാണ്, നമ്മൾ ഊഹിക്കുകയാണ്. പുകയുള്ളിടത്ത് അവിടെ കൃത്യമായിട്ട് തീ ഉണ്ടാകും. അപ്പോ അതുകൊണ്ട് തന്നെ ഇവിടെയും അങ്ങനെയാണ്. അപ്പൊ നമുക്ക് ഇങ്ങനെ ഊഹിക്കുമ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു അനുഭവം നമുക്കുണ്ട്. ഇനിയോ ഇത് മുന്നമക്ഷിയാലെ അനുഭവിയാത്തത് കൊണ്ട്, അതാണ് അതുകൊണ്ട് നമുക്ക് അനുഭവിക്കാൻ പറ്റാത്തത് കൊണ്ട് ധർമ്മിയുണ്ടെന്ന് അനുമതിയാലെ അറിവില്ല. അപ്പോ ഇത് നമ്മൾ ശരിയായ രീതിയിൽ അനുഭവിക്കാത്തത് കൊണ്ട്, അല്ലെങ്കിൽ നമ്മളത് അറിയുന്നില്ല എങ്കിൽ ധർമ്മിയുണ്ടെന്ന് എങ്ങനെ അറിയാൻ പറ്റുന്നത്? കാരണം ഇതിനെല്ലാത്തിൻ്റെയും അടിത്തറയായിട്ടിരിക്കുന്നതാണ് ധർമ്മി. ആ ധർമ്മി എന്ന് പറയുന്നത് നമുക്ക് മനസ്സിലാക്കാൻ എളുപ്പത്തിൽ നമുക്ക് പറയാം, അറിവ്, പരമ്പൊരുൾ, പരമാത്മാവ്, ഞാൻ എന്നൊക്കെ പറയുന്നത് തന്നെയാണ് ഇവിടെ ഈ ധർമ്മി എന്ന് പറയുന്നത്. അപ്പൊ ഈ ധർമ്മീനെ കാണാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമം, അതാണ് നമ്മൾ സമാധി അവസ്ഥയിലൊക്കെ പോകുമ്പോഴും അവിടെ നമ്മൾ ആ ആത്മാവിനെ അനുഭവിക്കുന്നു, ഞാൻ സാക്ഷാത്കരിക്കുന്നു എന്ന് പറയുന്നു. അപ്പൊ അവിടെ അതിനെ സാക്ഷാത്കരിക്കണമെങ്കിൽ കാലദേശാധിവർത്തിയായ ആ ധർമ്മിയെ, ആ പരമ്പൊരുളിനെ കാലത്തിനുള്ളിൽ നിൽക്കുന്ന ഈ മനസ്സ് ബുദ്ധി കൊണ്ട് എങ്ങനെയാണ് അനുഭവിക്കുന്നത്? അപ്പൊ അത് തന്നെ തെറ്റായിട്ടുള്ള കാര്യമാണ്. പക്ഷെ മുൻപ് നമ്മൾ സൂചിപ്പിച്ച പോലെ ഇത് നമ്മൾ മനസ്സിലാക്കുമ്പോഴാണ് നമ്മൾ എല്ലാവരും സാക്ഷാൽ അനുഭവശാലികളാം, ഓർക്കിൽ ആരും. അപ്പൊ നമ്മളെല്ലാവരും ഇതിന് അനുഭവസ്ഥരാണ്. പക്ഷെ കസ്തൂരിമാനിന്റെ കാര്യം പറഞ്ഞ പോലെ നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മൾ ഇത് പുറത്ത് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ പ്രശ്നം അവിടെയാണ്. നമ്മൾ പുറത്ത് ഈ ആത്മാവിനെ, ഈ പരമ്പൊരുളിനെ, ഈ
നിത്യ സത്യത്തെ നമ്മൾ തേടുകയാണ്. നമ്മുടെ മായ ശരിക്കും പറഞ്ഞാൽ അവിടെയാണ് നമ്മളെ പിടികൂടിയിരിക്കുന്നത്. അപ്പോ മായ എന്ന് പറയുന്നത് നമുക്ക് വെറുതെ ഒഴിഞ്ഞു മാറാൻ പറ്റിയ ഒന്നല്ല. നമ്മൾ എങ്ങനെയൊക്കെ നമ്മൾ ഇത് ചെയ്യുമ്പോഴും നമ്മൾ ഉണർന്നിരുന്നില്ല എങ്കിൽ ഈ മായ, ഈ അറിവില്ലായ്മ നമ്മെ കാർന്നു തിന്നും. അപ്പോഴോ അതിന്റെ ഫലം എന്താണ്? ദുഃഖമാണ്. അപ്പോ അറിവ്, വിവേകം ശരിയായ രീതിയിൽ നമ്മൾ പ്രവർത്തിപ്പിച്ചാൽ മാത്രമേ ഈ സംസാര സമുദ്രത്തിൽ നിന്ന്, ഈ ദുഃഖമയമായിട്ടുള്ള ലോകത്തു നിന്ന് നമുക്ക് മുക്തി ഉണ്ടാവുള്ളൂ. അതിന്റെ അർത്ഥം ഈ ഭൗതികമായിട്ടുള്ള ഇതെല്ലാം വിട്ട് നമ്മൾ എവിടെയെങ്കിലും ഒളിച്ചിരിക്കണമെന്നല്ല. ഈ ഭൗതികമായിട്ടുള്ള ഈ ജാഗ്രതാവസ്ഥയിൽ നമ്മൾ ഇരിക്കുന്നത് ഈ കൃത്യമായിട്ടുള്ള അറിവോടുകൂടിയായിരിക്കണം. അപ്പൊ അങ്ങനെ നമ്മൾ തിരിച്ചറിവോടുകൂടി ഇരിക്കുവാൻ വേണ്ടിയിട്ട് എല്ലാ മഹർഷിമാരും നമ്മളെപ്പോഴും പ്രോത്സാഹിപ്പിച്ചിട്ടേ ഉള്ളൂ. പക്ഷെ അങ്ങനെ നമ്മുടെ ബുദ്ധിയും മനസ്സും ഹൃദയവും ഒക്കെ ഓപ്പൺ ആകാതെ അതിനകത്ത് കുറേ ആവശ്യമില്ലാത്ത ചപ്പു ചവറുകളെല്ലാം നിക്ഷേപിച്ച് വെച്ചു കഴിഞ്ഞാൽ ഇതുണ്ടാവില്ല. അതുകൊണ്ടാണ് ഇതിനെല്ലാം നമ്മൾ നേതി എന്ന് പറഞ്ഞിട്ട് ഇതിനെല്ലാം നമ്മൾ എടുത്ത് കളയുന്നത്. അപ്പൊ നമ്മുടെ മനസ്സിൽ, നമ്മുടെ ഹൃദയത്തിൽ ഒക്കെ നമ്മൾ ഇഷ്ടം പോലത്തെ വിശ്വാസങ്ങളെയും മുൻവിധികളെയും ഒക്കെ നമ്മൾ കുത്തി നിറച്ചു വെച്ചിട്ടുണ്ടാവും. അതിനെല്ലാം എടുത്ത് വെളിയിലെടുത്ത് കളയണം. അങ്ങനെ വരുമ്പോഴാണ് ഈ അനുഭവം ആദിയിൽ ഒന്ന് ഇരിക്കുന്നത് കൊണ്ട് തന്നെയാണ് നമുക്ക് ഈ പരമ്പൊരുൾ ഉണ്ട് എന്ന് അറിയാൻ പറ്റുന്നത്. പക്ഷെ അങ്ങനെ ഒരു കണ്ണ്, അങ്ങനെ ഒരു കാഴ്ച നമുക്കില്ലെങ്കിലോ അനുഭവിക്കാൻ പറ്റുന്നില്ല. അപ്പോ അനുഭവിക്കാത്തത് കൊണ്ട് ധർമ്മി ഉണ്ട് എന്ന് അനുമതിയാൽ എങ്ങനെ നമുക്ക് അറിയാൻ പറ്റും? അതറിയാൻ ബുദ്ധിമുട്ടാണ് എന്ന് പറയുന്നു. അപ്പൊ അതൊരു കുറച്ചൊരു നമുക്കൊരു കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. പക്ഷെ അത് പതിയെ നമ്മളൊന്ന് ചിന്തിച്ചു നോക്കി കഴിഞ്ഞാൽ നമുക്ക് അറിയാനായിട്ട് ബുദ്ധിമുട്ടില്ല. കാരണം ഇതുമായിട്ട് നമ്മൾ ചേർന്ന് നിൽക്കണം. നമ്മൾ വേറൊരു സബ്ജക്റ്റ് ആയിട്ട് നമ്മൾ കാണരുത്. ഇവിടെ സബ്ജക്റ്റ് ഒബ്ജക്റ്റ് റിലേഷൻ. അപ്പൊ നമ്മൾക്ക് പൊതുവെ നമ്മൾ അങ്ങനെയാണ് നമ്മുടെ റിലേഷൻഷിപ്പ് കിടക്കുന്നത്. പക്ഷെ ഇവിടെ അദ്വൈത വേദാന്തം നമ്മൾ പഠിക്കുമ്പോൾ ശുദ്ധമായിട്ടുള്ള ജ്ഞാനത്തെ കുറിച്ച് നമ്മൾ കൈകാര്യം ചെയ്യുമ്പോൾ ഇവിടെ സബ്ജക്റ്റ് ഒബ്ജക്റ്റ് ഇത് രണ്ടും രണ്ട് രീതിയിലല്ല. അപ്പൊ സബ്ജക്റ്റ് എന്ന് പറയുന്നത് ഞാൻ തന്നെയാണ്, നമ്മുടെ വേറൊരു വിഷയമായിട്ടല്ല. അപ്പോ എന്നെ ചുറ്റിപ്പറ്റിയിട്ടുള്ള കാര്യങ്ങളാണ് ഈ ജീവൻ അല്ലെങ്കിൽ ഈ പരമ്പൊരുൾ. ഇതിനെ ചുറ്റിപ്പറ്റി നടക്കുന്ന കാര്യങ്ങളാണ്. പൊതുവെ നമ്മൾ ദേവത എന്ന് പറയുമ്പോഴും വെളിയിലുള്ള ഒന്നാണ്. അപ്പൊ ഇവിടെ അതല്ല. ഈ സബ്ജക്റ്റ് എന്ന് പറയുന്നത് ഞാൻ തന്നെയാണ്, എല്ലാത്തിനെയും പ്രകാശിപ്പിക്കുന്ന ആ ഞാൻ തന്നെയാണ്. പക്ഷെ നമ്മൾ ഇതിങ്ങനെ കേൾക്കുന്നത് വരെ ഈ ഞാൻ എന്ന് പറയുന്നത് വേറെ എന്തോ ആണെന്നും എനിക്ക് ചെന്നെത്തേണ്ട സ്ഥലം വേറെ എവിടെയോ ആണെന്നും നമ്മൾ വിചാരിക്കുകയാണ്. അതുകൊണ്ടാണ് നമ്മൾ യമനിയമാസന പ്രാണായാമാദികളിലൂടെയൊക്കെ പോയി പ്രത്യാഹാരം, ധാരണ, ധ്യാനമൊക്കെ കഴിഞ്ഞിട്ട് വേറെ ഏതോ ഒരു ആത്മാവിനെ അല്ലെങ്കിൽ ഒരു പരമ്പൊരുളിനെ, ഒരു സത്യത്തെ സാക്ഷാത്കരിക്കുക അല്ലെങ്കിൽ അതിൽ പോയി ലയിക്കുക എന്നൊക്കെ ഒരു തോന്നൽ അല്ലെങ്കിൽ അങ്ങനെ ഒരു തെറ്റായ ഇൻഫർമേഷൻ ഇരിക്കുന്നത് കൊണ്ടാണ് ഞാൻ സമാധിയിലേക്ക് പോയി, പിന്നെ ഞാൻ ഇത്ര സമയം കഴിഞ്ഞ്, ഇത്ര മണിക്കൂർ കഴിഞ്ഞിട്ട് ഞാൻ തിരിച്ചു വന്നു എന്ന് പറയുന്നത് ഈ വരവും പോക്കും. ഇവിടെ ശരിക്കും ആരും എങ്ങോട്ടും പോയിട്ടില്ല, ഒന്നുമില്ല. വരുന്നു പോകുന്നു എന്നൊക്കെ ഉള്ളത് തെറ്റായിട്ടുള്ള അറിവാണ്. അതിനെയാണ് അജ്ഞാനം എന്ന് പറയുന്നത്, അതിനെയാണ് മായ എന്ന് പറയുന്നത്. അപ്പൊ തീർച്ചയായിട്ടും നമ്മൾ ഈ പരമ്പൊരുളിനെ ശരിയായ രീതിയിൽ തിരിച്ചറിയുമ്പോൾ നമുക്ക് വേറെ എങ്ങും പോകേണ്ടതായിട്ടോ നമുക്ക് ഒന്നിന്റെയും കുറവുള്ളതായിട്ടോ നമുക്ക് തോന്നില്ല. നമുക്ക് അങ്ങനെയാണ് അതിൻ്റെ ഒരു പെർഫെക്ഷൻ എന്ന് പറയുന്നത്. അപ്പോ അങ്ങനെയാണ് ആ ശ്ലോകത്തിന്റെ ഒരു സാമാന്യമായിട്ടുള്ള ഒരു അർത്ഥം. നമ്മൾ അടുത്ത ശ്ലോകത്തിലേക്ക് വരുമ്പോൾ ഗുരു എന്താണ്
ധർമ്മം എന്താണ്, ധർമ്മി എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. ധർമ്മിയെ കുറിച്ച് നമ്മൾ സാമാന്യമായിട്ടൊന്ന് നോക്കുകയുണ്ടായി. അറിവതു ധർമ്മിയയല്ല ധർമ്മമാം ഈ അരുളിയ ധർമ്മി അദൃശ്യമാകയാലെ ധര മുതലായവ ഒന്നുമില്ല താങ്ങുന്നൊരു വടിവാം അറിവുള്ളതോർത്തിരേണം. അപ്പൊ ഇവിടെ ഗുരു സൂചിപ്പിക്കുകയാണ്, അറിവത് ധർമ്മിയയല്ല. നമ്മൾ ഇവിടെ അറിയുന്നത് എന്തിനെയല്ല? ഈ ധർമ്മിയല്ല, ഇതിനെ പ്രകാശിപ്പിക്കുന്ന ആ ഒന്നിനെയല്ല, മറിച്ച് ധർമ്മമാണ് നമ്മൾ അറിയുന്നത്. ഇതിന്റെ മറ്റുള്ള ഔട്ട്കം ആണ് അറിയുന്നത്. ഈ അരുളിയ ധർമ്മി അദൃശ്യമാകിയാല്, കാരണം എന്താണ്? ഇതിനെ ഇതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ധർമ്മി അതിന്റെ ബാക്ക് ബോൺ ആയിട്ട് അല്ലെങ്കിൽ അതിന്റെ അന്തർധാരയായിട്ട് നിൽക്കുകയാണ്. അതിനെ കാണാൻ പറ്റില്ല. ധര മുതലായവ ഒന്നുമില്ല. ഈ ധര, അതായത് ഭൂമി മുതലായവ, അങ്ങനെ മുതലായവ എന്ന് പറയുമ്പോൾ ആ പഞ്ചഭൂതങ്ങൾ എന്തില്ല? ഒന്നുമില്ല. ഇതിന്റെ ധർമ്മിയുടെ ധർമ്മങ്ങളായതുകൊണ്ട് അതൊന്നും നിത്യമായിട്ട്, അതൊന്നും ആത്യന്തികമായിട്ട് ഉള്ളതാണ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അതുകൊണ്ട് അതില്ലാത്ത. പിന്നെയോ താങ്ങുന്ന ഒരു വടിവാം, ഇതിനെല്ലാം താങ്ങുന്ന, ഇതിനെല്ലാം ഏതൊന്നിലാണോ ധരിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു വടിവാം, ആ ഒരു വടിവ് മാത്രമാണ്. അതെന്താണ്? അറിവ്. അത് ആണ് പരമ്പൊരുൾ എന്ന് ഉള്ളത് ഓർത്തിടണം. ഇപ്രകാരം ഓർക്കണം. അപ്പോ ധർമ്മം എന്താണ്, ധർമ്മി എന്താണ് എന്ന് ഗുരു കൃത്യമായിട്ട് സൂചിപ്പിക്കുകയാണ്. അപ്പോ ഇവിടെ നമ്മൾ അറിയുന്നത് ഈ ധർമ്മിയല്ല. അതുകൊണ്ടാണ് നമ്മൾ മുൻപ് സൂചിപ്പിച്ചു, എപ്പോഴും മഹർഷിമാര് എടുത്തെടുത്ത് പറയുന്ന ഒരു കാര്യം, നമ്മുടെ ഈ പഞ്ചേന്ദ്രിയങ്ങൾ, കാരണം അറിവ് ഇവിടെ ബാഹ്യമായിട്ടുള്ള നമ്മുടെ വ്യവഹാരത്തിലുള്ള അറിവ്, അത് തീർച്ചയായിട്ടും അതിന്റെ പരിമിതി എന്ന് പറയുന്നത് പഞ്ചേന്ദ്രിയങ്ങളുടെ, ഈ കാലദേശങ്ങളുടെ ഉള്ളിൽ നിൽക്കുന്ന ഒന്നിനെ കുറിച്ച്, ഈ കാലദേശാധിവർത്തിയായിട്ടുള്ള. ഇവിടെ രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, ഇതിനെ അറിയുക എന്ന് പറയുന്നത് ഈ കാലദേശങ്ങളുടെ ഉള്ളിൽ നിന്നുകൊണ്ട് കാലദേശാധിവർത്തിയായ ഒന്നിനെ എങ്ങനെ അറിയാൻ പറ്റും. അതുകൊണ്ടാണ് പറയുന്നത്, നമ്മൾ ഈ അറിയുന്നതൊക്കെ ആ ധർമ്മിയല്ല, എല്ലാത്തിനെയും സാക്ഷിയായിട്ട് നിൽക്കുന്ന, എല്ലാത്തിനെയും ചലിപ്പിച്ചുകൊണ്ടിരിക്കുന്ന അതിനെ നമ്മൾക്ക് അറിയാൻ പറ്റില്ല. നമ്മളിവിടെ അറിയുന്നതൊക്കെ എന്താണ്? ഈ ഭൂമി അല്ലെങ്കിൽ ഈ പഞ്ചഭൂതങ്ങൾ എന്ന് പറയുന്നതോ അതിന്റെ ധർമ്മങ്ങളാണ്. അപ്പോ ആ ധർമ്മത്തെ അറിയുന്നത് കൊണ്ട് മറ്റേതിനെ അറിയാൻ പറ്റില്ല. എന്തുകൊണ്ടാണ്? നമ്മളുടെ പരിമിതികൾ. പക്ഷെ ആ പരിമിതിയെ മഹർഷിമാര് അതിന്റെ ആത്യന്തികമായിട്ടുള്ള തലത്തിൽ തിരിച്ചറിയുകയും എവിടെ നിന്നാണോ മനസ്സ് പിന്തിരിഞ്ഞു പോരുന്നത്, ഈ പരമ്പൊരുളിനെ തിരിച്ചറിയാൻ പറ്റാതെ പരമ്പൊരുളുമായിട്ട്, കാരണം അതിനെ മാറ്റി നിർത്തിക്കൊണ്ട് കാണാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ഈ മനസ്സ് അവിടെ നിന്ന് പിൻവാങ്ങുകയാണ്. എവിടെയാണോ കാലവും ദേശവും അവസാനിക്കുന്നത്, അതോടുകൂടി ആ മനസ്സിന്റെ അന്തവുമാകുകയാണ്. അപ്പോ ഈ കാരണങ്ങൾ കൊണ്ട് തന്നെയാണ് ധർമ്മത്തെ നമ്മൾ അറിഞ്ഞുകൊണ്ട് അത് ധർമ്മിയാണെന്നും. അപ്പോ ഉപനിഷത്തിൽ ഒരു സ്ഥലത്ത് സൂചിപ്പിക്കുന്നുണ്ട്, അയമേവഹി തേ ബന്ധ ദൃഷ്ടാരം അനുപശ്വസി. മാണ്ഡ്വിക ഉപനിഷത്തിലാണ്. അപ്പോ നിനക്ക് ബന്ധനമായിട്ട് നിൽക്കുന്ന എന്താണ്? ഈ ദൃഷ്ടാവിനെ കാണണം എന്നുള്ള പ്രശ്നമാണ്. എല്ലാത്തിനെയും കാണുന്ന ആ കണ്ണിനെ ഏത് കണ്ണുകൊണ്ട് കാണാൻ പറ്റും? എല്ലാത്തിനെയും കേൾക്കുന്ന കാതിനെ
ഏത് കാതുകൊണ്ട് കേൾക്കാൻ പറ്റും? അതുകൊണ്ടാണ് ഉദ്വാലക മഹർഷി മകനോട് ചോദിക്കുകയാണ്. മകൻ 12 വർഷം ഈ മകനെ വേറൊരു ഗുരുകുലത്തിൽ വിട്ടാണ് സ്വന്തം പിതാവ് ആയിട്ടുള്ള ഉദ്വാലക മഹർഷി പഠിപ്പിക്കുന്നത്. പക്ഷേ മകൻ തിരിച്ചു വരുമ്പോൾ വലിയ അഹങ്കാരിയായിട്ട് എന്തൊക്കെ ആയി എന്നുള്ള ധാരണയോടുകൂടി വന്ന മകനോട് മഹർഷി ചോദിക്കുന്നുണ്ട്, മോനെ, നിനക്ക് ഏതൊന്നിനെ കുറിച്ച് അറിഞ്ഞാൽ എല്ലാം അറിയപ്പെട്ടതായി തീരുന്നു? ഏതൊന്നിനെ കുറിച്ച് കേട്ടാൽ എല്ലാം കേട്ടതായിട്ട് തീരുന്നുവോ? ഏതൊന്നിനെ കുറിച്ച് നിനക്ക് നിന്റെ ഗുരുനാഥൻ പറഞ്ഞു തന്നു? എത്ര ക്ലിയർ ആയിട്ടാണ് ആ ചോദ്യം ചോദിക്കുന്നത്. അപ്പൊ ഏതൊന്നിനെ കുറിച്ച് കേട്ടാൽ എല്ലാം കേട്ടതായി തീരുന്നു. അങ്ങനെ ഒരു അത്ഭുതകരമായിട്ടുള്ള ഒരു അറിവ്, അതായത് ചുരുക്കത്തിൽ പറഞ്ഞാൽ ഒന്നിനെ കുറിച്ച് നമ്മൾ അറിഞ്ഞു കഴിഞ്ഞാൽ ബാക്കി പിന്നെ ഇവിടെ അറിയാനൊന്നുമില്ല. അങ്ങനെ ഒരു അറിവിനെ കുറിച്ച് നിനക്ക് നിന്റെ ഗുരുനാഥൻ പറഞ്ഞു തന്നോ എന്നുള്ള ചോദ്യമാണ്. അത് ആ കുട്ടിയെ, തീർച്ചയായിട്ടും അത്ര ബുദ്ധിമാനായിട്ടുള്ള ഒരു കുട്ടിയാണ്, ആ കുട്ടിയെ ചിന്തിപ്പിച്ചു. അപ്പോ ഉദ്വാലക മഹർഷി ശ്വേതകേതുവിനോട് ചോദിച്ച ചോദ്യം നമ്മളോട് തന്നെയാണ് എന്ന് നമ്മൾ എന്തുകൊണ്ട് തിരിച്ചറിയുന്നില്ല? പലപ്പോഴും നമ്മൾ അങ്ങനെയാണ് വിചാരിക്കുന്നത്. മറ്റു പല കഥാപാത്രങ്ങൾ ഇവിടെ കാണും. അതാണ് നേരത്തെ സൂചിപ്പിച്ചത്, ഈ സബ്ജക്റ്റ് ഒബ്ജക്റ്റ്. അപ്പോ വേറെ ഒന്നല്ല, ഇത് അവനവനെ കുറിച്ച് പറയുന്ന. അപ്പോ ശ്വേതകേതു എന്ന് പറയുന്ന ഒരു വിദ്യാർത്ഥി, ഒരു സത്യാന്വേഷി എന്ന് പറയുന്നത് നമ്മൾ ഓരോരുത്തരുമാണ്. കാരണം നമ്മൾക്കാണ് ഇതിനെ കുറിച്ചിട്ടുള്ള ഒരു കൃത്യത ഉണ്ടാകേണ്ടത്. അങ്ങനെ മഹർഷിയുടെ ആ ഒരു സൂക്ഷ്മത, അവരൊക്കെ എത്രയോ ഉയർന്ന തലത്തിലാണ് ആ സൂക്ഷ്മമായിട്ടുള്ള അറിവിലേക്ക് അവർ എത്തിപ്പെട്ടത്. ഇപ്പൊ നമ്മൾ സംബന്ധിച്ചിടത്തോളം നമ്മൾ നോക്കുമ്പോൾ ഭൗതികമായിട്ടുള്ള എത്രയോ അറിവുകൾ നമ്മൾ നേടുന്നു. പക്ഷെ അതിന്റെ സോഴ്സ്, അതിന്റെ ഉറവിടം ഏതാണെന്ന് നമുക്ക് അറിയാൻ പറ്റുന്നില്ല, നമ്മൾ അന്വേഷിക്കുന്നില്ല. നമുക്ക് ഇന്ന് കഴിഞ്ഞാൽ, ഈ നിമിഷം കഴിഞ്ഞാൽ കഴിഞ്ഞു, നാളേക്ക് എന്താണ്? അപ്പൊ ശരിക്കും പറഞ്ഞാല് നമ്മുടെ മഹർഷിമാർ വളരെ കൃത്യമായിട്ട് സൂചിപ്പിക്കുന്നുണ്ട്, ഈ മായ ഇല്ലാത്ത ഇതിൽ പെട്ട് ഭ്രമിച്ച് പോകുന്നു മനുഷ്യൻ. പക്ഷെ അവന്റെ വിവേകം ശരിയായ രീതിയിൽ പ്രവർത്തിപ്പിക്കുവാനായിട്ട് സാധിക്കുന്നില്ല. ആ രീതിയിലൊരു കൾച്ചർ നമുക്ക് ഡെവലപ്പ് ചെയ്യാനായിട്ട് പറ്റുന്നില്ല. വളരെ ബിസി ഷെഡ്യൂളിൽ നമ്മൾ ബിസി ആയിട്ട്, ഈ രാജ്യത്തായാലും ശരി വേറെ രാജ്യത്തായാലും ശരി ഒക്കെ നമ്മൾ അത്രമാത്രം ബിസിയിലാണ്. നമ്മൾക്ക് നമ്മളെ കുറിച്ച് അറിയാനായിട്ട് നമുക്ക് സമയമില്ല. നമുക്ക് മറ്റുള്ളവരെ കുറിച്ച്, നമ്മുടെ അയൽവക്കക്കാരെ കുറിച്ചോ അല്ലെങ്കിൽ നമ്മുടെ മറ്റുള്ള ചുറ്റുപാടുകളെ കുറിച്ചൊക്കെ നമ്മൾക്ക് ധാരാളം അറിവ് നമ്മൾ കളക്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ അവനവനെ കുറിച്ചുള്ള അറിവ് അത് നമ്മൾക്ക് ഇല്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട വിഷയം. അപ്പൊ ഇവിടെ അതുകൊണ്ട് ഈ ധർമ്മം ഒക്കെ എപ്പോഴും ഉപരിപ്ലവമായിട്ട് നമുക്ക് ഉള്ളതാണ്. ധർമ്മി എന്ന് പറയുന്നത് അദൃശ്യമാണ്. അപ്പൊ നമ്മുടെ ഈ പഞ്ചേന്ദ്രിയങ്ങൾക്ക് ഗോചരമല്ല. കാരണം നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതാണ്. പിന്നെ ധര മുതലായവ ഒന്നുമില്ല. ഈ പഞ്ചഭൂതങ്ങളെല്ലാം ഇല്ല എന്ന് പറയുന്ന ഏത് അർത്ഥത്തിലാണ്? അത് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടതാണ്. ഇപ്പോ നമ്മുടെ വേദാന്തത്തില് പലപ്പോഴും ആളുകൾ തെറ്റായി ഇതിനെ വ്യാഖ്യാനിക്കുന്നത് ഇങ്ങനെയാണ്: ബ്രഹ്മസത്യം ജഗത് മിഥ്യ. ഇപ്പൊ ജഗത്ത് മിഥ്യയാണ്, ജഗത്ത് ഇല്ലാത്തതാണ് എന്ന് പറയുമ്പോൾ വേദാന്തി അല്ലാത്ത ഒരാൾ ചോദിക്കും, അങ്ങനെയാണ് എങ്കിൽ നിങ്ങൾ എന്തിനാണ് ഭക്ഷണം കഴിക്കുന്നത്? അത് മിഥ്യയല്ലേ? അപ്പോ അത് ഒരു ചിന്തയുടെ തലത്തിൽ നിന്ന് വന്ന ഒരു ചോദ്യമല്ല. അപ്പോ കൃത്യമായിട്ട് നമ്മൾ ഈ സൂക്ഷ്മമായിട്ടുള്ള തലത്തിൽ നമുക്ക് ചിന്തിക്കുവാനായിട്ട്,
നമുക്ക് പറ്റണം. ഇപ്പൊ മിഥ്യ എന്നുള്ളതിന്റെ അർത്ഥം അതുകൊണ്ട് തന്നെ ഈ മിഥ്യയായ ലോകം, അതായത് ഈ നമ്മളിങ്ങനെ പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ട് അനുഭവിക്കുന്ന ഈ ലോകം ഈ രൂപത്തിൽ സത്യമല്ല എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ജ്ഞാനി എപ്പോഴും ഈ ഇങ്ങനെയുള്ള വരട്ടുവാദങ്ങളൊക്കെ വരുമ്പോൾ അവരവിടെ സൈലന്റ് ആവും. കാരണം അവനോട് ഇതിന്റെ സൂക്ഷ്മതലങ്ങളെ കുറിച്ച് പറഞ്ഞാൽ അവനത് മനസ്സിലാകില്ല. തന്നെയുമല്ല, അവന് അത് എത്രമാത്രം ആഴത്തിൽ പോകാൻ സാധിക്കും. അപ്പോ ഒരിക്കൽ വിവേകാനന്ദ സ്വാമി സൂചിപ്പിക്കുന്നുണ്ടായിരുന്നു, വിവേകാനന്ദ സ്വാമിയുടെ ശിഷ്യൻ ഒരാൾ വന്നിട്ട് പറയുകയായിരുന്നു, ഈ ഉപനിഷത്തിലും ഗ്രന്ഥങ്ങളിലൊക്കെ സൂചിപ്പിക്കുന്നത് ഒരാൾ പറയുന്നു നിർവാണമാണ്, മറ്റൊരാൾ പറയുന്നു മുക്തിയാണ്, ഇങ്ങനെ പലതും പല രീതിയിലാണ് പറയുന്നത്. അതുകൊണ്ട് അവരുടെ പറച്ചിലൊന്നും അത്ര ശരിയല്ല സ്വാമിജി എന്ന് സൂചിപ്പിക്കുകയാണ്. ഇപ്പൊ വിവേകാനന്ദ സ്വാമിജി ആണെങ്കിൽ കുറച്ച് രജോ ഗുണം കൂടുതലുള്ള ആളാണ്. അദ്ദേഹം അതിന് മറുപടി പറഞ്ഞത്, നീ ആ മഹർഷിമാർ ചിന്തിച്ച പോലെ ചിന്തിച്ചാൽ നിന്റെ തലമണ്ട പുകഞ്ഞ് തെറിച്ചു പോകുന്നു. അത്ര ആഴത്തിലാണ് അതിന്റെ വേരുകൾ കിടക്കുന്നത്. കാരണം ഉപരിപ്ലവമായി ചിന്തിക്കുന്നവർക്ക് ചിന്തിക്കാൻ പറ്റിയ ഒന്നല്ല ഈ തലം എന്ന് പറയുന്നത്. അപ്പോ ഇവിടെ മിഥ്യ എന്ന് പറയുമ്പോൾ ബ്രഹ്മം മാത്രമാണ് സത്യം എന്ന് പറയുന്നതും ഇത് മിഥ്യയാണെന്ന് പറയുന്നതും ഏത് തലത്തിലാണ്? ഈ പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ട് നമ്മൾ ഈ അനുഭവിക്കുന്ന ഈ ലോകം, ഈ ധർമ്മം. അപ്പൊ ധർമ്മവും ധർമ്മിയും, അപ്പൊ ഈ ധർമ്മിയിൽ നിന്നുണ്ടാകുന്ന ഈ ധർമ്മം നമ്മുടെ വ്യവഹാരത്തിൽ നമ്മൾ അനുഭവിക്കുന്ന ഓരോരോ കാര്യങ്ങൾ, അത് അതിൻ്റെ പരിമിതിയെ കുറിച്ച് നമ്മൾ ചിന്തിക്കുക എന്നുള്ളതാണ്. അപ്പൊ പഞ്ചേന്ദ്രിയങ്ങൾ അതിൻ്റെ പരിമിതി, അതുകൊണ്ട് തന്നെ നമുക്കത് ഉൾക്കൊള്ളാൻ പറ്റാതിരിക്കുന്നു. ഇനി നമ്മൾ അതിനെ വിശകലനം ചെയ്ത് മുന്നോട്ട് പോകുമ്പോഴോ, ഇപ്പൊ നമ്മുടെ കയ്യിലിരിക്കുന്ന പേന, ആ പേനയെ നമ്മൾ അത് സത്യമാണ് നമ്മൾ വിചാരിക്കുകയാണ്. പക്ഷെ അതിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? വിശകലനം ചെയ്യാണ്. വിശകലനം ചെയ്ത് വരുമ്പോ അതിനെ നമുക്ക് ആറ്റമായിട്ടും അതുപോലെ അതിന്റെ ഏറ്റവും സൂക്ഷ്മമായ തലത്തിലേക്ക് നമുക്ക് ഇലക്ട്രോണും പ്രോട്ടോണും ന്യൂട്രോണും ഒക്കെ ആയിട്ട് നമുക്കത് കാണാൻ പറ്റും. പിന്നെ ഇതിനെ വിഘടിപ്പിക്കാൻ പറ്റാത്ത ഒന്ന് വരും. അതെന്താണ്? അതാണ് സത്ത് എന്ന് പറയുന്നത്, ബ്രഹ്മം എന്ന് പറയുന്നത്. അപ്പോ ഇങ്ങനെ നമ്മൾ ഇതിനെ വിശകലനം ചെയ്ത് നോക്കുമ്പോൾ ഈ കണ്ണുകൊണ്ട് ഈ രീതിയിൽ കാണുന്നത് ജഡമാണെന്ന് നമ്മൾ തെറ്റായിട്ട് ധരിച്ചിരിക്കുന്നത് ആണ് പ്രശ്നം. അപ്പോ ഇത് ബ്രഹ്മസത്യം, ജഗത് മിഥ്യ. അപ്പൊ ജഗത്ത് ഈ കണ്ണുകൊണ്ട് കാണുന്നത് ഈ രൂപത്തിൽ സത്യമല്ല എന്നുള്ള തിരിച്ചറിവാണ് ശരിക്കുള്ള മിഥ്യ എന്ന് പറയുന്നത്. അപ്പൊ മഹർഷിക്ക് അതുകൊണ്ട് യാതൊരുവിധ കൺഫ്യൂഷനും അതിനകത്തില്ല. കൺഫ്യൂഷൻ ആർക്കാണ്? ഇതിന്റെ ഈ തെളിച്ചമില്ലാത്ത ആളുകൾക്ക്. അത് ഈ ആധ്യാത്മികമായിട്ട് മാർഗത്തിൽ പോകുന്നവർക്ക് ആ തെളിച്ചം ഉണ്ടാകുന്നില്ല. അപ്പോ അതുകൊണ്ട് എന്ത് സംഭവിക്കുന്നു? അവിടെ അവർ സ്ട്രക്കായി പോകുകയാണ്. അപ്പോ ഈ ബ്രഹ്മത്തെയാണ് ഇവിടെ ഒരു വടിവാം. അപ്പൊ ഒരു വടിവ് മാത്രമാണ്, ആ പരമ്പൊരുള് മാത്രമാണ്. അത് അറിവ്, അതിനെ അറിവെന്നും കൂടി പറയും. അപ്പൊ ഇങ്ങനെയുള്ള ആ ഒരു ചൈതന്യം മാത്രമാണ് ഇവിടെ ഉള്ളത് എന്നുള്ള തിരിച്ചറിവിലേക്ക്. അപ്പോ മഹർഷിമാരുടെ ഏറ്റവും ഉദാത്തമായിട്ടുള്ള ആ ഒരു അറിവിന്റെ തലത്തിലേക്ക് നമ്മൾക്ക് എത്തിപ്പെടണമെങ്കിൽ എത്രമാത്രം ശ്രദ്ധയും എത്രമാത്രം സ്ഥിരോത്സാഹവും അതുപോലെ ആ മുമുക്ഷുത്വവും ഒക്കെ ഉണ്ടെങ്കിലേ സാധിക്കുന്നത്. അപ്പോ വിവേകാനന്ദ സ്വാമികളും രാമകൃഷ്ണദേവനും ചട്ടമ്പി സ്വാമികളും ശ്രീനാരായണ ഗുരുദേവനും രമണ മഹർഷിയും ഒക്കെ അതിന്റെ പുറകിൽ ഒരുപാട് അവരുടെ തപസ്, അവരുടെ എത്രയോ ജന്മങ്ങളൊക്കെ അവർ അതിനു വേണ്ടിയിട്ട് ബലി അർപ്പിച്ചിട്ടുണ്ട്. അപ്പോ അവരുടെ നിരന്തരമായിട്ടുള്ള സാധനയിൽ നിന്ന് ഉരുത്തിരിഞ്ഞ അനുഭൂതി, അതാണ് അവരുടെ കൃതികൾ.
പക്ഷെ ആ തലത്തിലേക്ക് നമ്മൾ പോകാത്തത് കൊണ്ടാണ് നമുക്കതിനെ മനസ്സിലാക്കാൻ പറ്റാതെ നമ്മൾ ഈ മിഥ്യയായ ലോകത്ത് അത് സത്യമാണെന്ന് ധരിച്ചുകൊണ്ട് ഇവിടെ ജീവിക്കുകയാണ്. അതുകൊണ്ടാണ് ധർമ്മിയെ നമ്മൾ അന്വേഷിക്കുമ്പോൾ ധർമ്മിയല്ല നമ്മൾ കാണുന്നത്, ധർമ്മത്തെയാണ്. അപ്പോ ഇങ്ങനെ ഇതിനെ തരംതിരിച്ചറിഞ്ഞ് നമ്മൾ നമ്മുടെ ധ്യാനത്തിന്റെ ആഴങ്ങളിൽ ആണ് സംഭവിക്കുന്നത്. അല്ലാതെ ഉപരിപ്ലവമായിട്ടുള്ള ബുദ്ധിയിലല്ല. ഉപരിപ്ലവമായിട്ടുള്ള ബുദ്ധിയിൽ നമ്മൾ തുടങ്ങി വെക്കും. പക്ഷെ നമ്മൾ കുറച്ച് ഗൗരവമാവുമ്പോഴോ നമ്മൾ പോലും അറിയാതെ നമ്മൾ ആഴത്തിലേക്ക് മനസ്സിന്റെ അല്ലെ നമ്മുടെ തുറക്കാത്ത ഒരുപാട് അറകളുണ്ട്. അത് നമ്മൾ ഇങ്ങനെ തുറന്നു പോവുകയാണ്. അപ്പോഴാണ് ഇവിടെ സത്യം എന്ന് പറയുന്നത് ഒന്ന് മാത്രം. ആ സത്യത്തിന്റെ വെളിച്ചത്തിൽ അതിന്റെ സാന്നിധ്യത്തിലാണ് മറ്റെല്ലാം. അപ്പൊ ആ ഒരു തിരിച്ചറിവോടുകൂടി ഇവിടെ ജീവിക്കുക എന്നാണ് മഹർഷിമാര് നമ്മളോട് പറയുന്നത്. അല്ലാതെ ഈ ലോകത്തിൽ കാണുന്നതൊന്നും അനുഭവിക്കണ്ട എന്നൊന്നും അവർ പറയുന്നില്ല. പക്ഷെ നിങ്ങളിത് അനുഭവിക്കുമ്പോൾ ഈ പഞ്ചഭൂതങ്ങളുടെ പരിമിതിയെ ഉൾക്കൊണ്ടുകൊണ്ട് അതിനെക്കുറിച്ചുള്ളൊരു അവബോധം നിലനിർത്തിക്കൊണ്ട് മുന്നോട്ട് പോകുക, ജീവിക്കുക എന്നുള്ളതാണ്. അപ്പോ അത് സാധിക്കാതെ വരുന്നത് നമ്മളുടെ ഈ മായ കൊണ്ടാണ്, അറിവില്ലായ്മ കൊണ്ടാണ്. ഇപ്പൊ വീണ്ടും വീണ്ടും മായ എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കും അതിൽ നിന്ന് നമ്മൾ ആ ഒരു വാക്ക് ഉപയോഗിച്ച് രക്ഷപ്പെടാൻ നോക്കും. പലപ്പോഴും നമ്മൾ ഇങ്ങനെ വളരെ സീരിയസ് ആയിട്ട് വളരെ പിൻ പോയിന്റഡ് ആയിട്ട് നമ്മൾ ചില കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ ഈ മനസ്സ് വളരെ കണ്ണിങ് ആണ്. അതുകൊണ്ട് അതിന് താല്പര്യമില്ലാത്ത ആളുകൾ പറയും, ഓ എന്തൊക്കെയായാലും ഞങ്ങൾ ഗൃഹസ്ഥന്മാരല്ലേ, ഞങ്ങൾക്ക് ഇത്രയൊക്കെയല്ലേ പറ്റൂ എന്നൊക്കെ ഒരു മുടന്തൻ ന്യായം പറഞ്ഞിട്ട് എസ്കേപ്പ് ആവും. അങ്ങനെയല്ല, നമ്മൾ ഗൃഹസ്ഥനാണോ അല്ലെങ്കിൽ സന്യാസിയാണോ ബ്രഹ്മചാരിയാണോ വാനപ്രസ്ഥനാണോ എന്നൊന്നും അല്ല. ഇതൊന്നും ഇല്ല എന്നാണ് ഗുരു പറയുന്നത്. എന്തുകൊണ്ട്? അത് ഈ ശരീരത്തിന്റെ പ്രാരബ്ധങ്ങൾക്ക് അനുസരിച്ച് നമ്മൾ കാണുന്ന. യഥാർത്ഥത്തിൽ ഞാൻ സന്യാസിയല്ല, ഞാൻ ഗൃഹസ്ഥനല്ല, ഞാൻ ബ്രഹ്മചാരിയല്ല, ഞാൻ വാനപ്രസ്ഥനുമല്ല. പക്ഷെ ഇതിനെല്ലാം പ്രകാശിപ്പിക്കുന്ന ഒന്നുണ്ട്. അതാണ് ശരിക്കും എൻ്റെ സ്വരൂപം. അപ്പൊ ആ ഒന്നിനെ ആണ് ഗുരു ഇവിടെ എന്താണ് ഇവയെ ഒന്നുമില്ല താങ്ങുന്ന ഒരു വടിവാം അറിവ് ആണ് ഉള്ളത് എന്ന് ഓർത്തിടുക എന്നുള്ളത്. അപ്പൊ ഈ ഒരു സത്യം അല്ലെങ്കിൽ ചൈതന്യം, അതിന് വടിവെന്ന് ഗുരു പറയുന്നു, അറിവെന്ന് പറയുന്നു. ഇത് മാത്രമാണ് ഉള്ളത് എന്നുള്ള അറിവിലേക്ക് നമ്മൾ ഉണരുക എന്നുള്ളതാണ്. അതിലേക്ക് നമ്മൾ നമ്മുടെ കൺ തുറക്കണം. അപ്പൊ അത് എളുപ്പത്തില് നടത്താമെന്ന് നമ്മൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ അത് സാധ്യമല്ല. കാരണം അങ്ങനെ എളുപ്പത്തിൽ സാധിക്കുമായിരുന്നു, ഈ ജ്ഞാനം കരസ്ഥമാക്കുവാൻ, ഈ സാക്ഷാത്കാരം നേടാൻ സാധിക്കുമായിരുന്നുവെങ്കിൽ നമ്മൾ എത്രയോ ആളുകൾ അങ്ങനെ സാക്ഷാത്കാരം നേടിയേനെ. അങ്ങനെ സാക്ഷാത്കാരം നേടിയിട്ടുണ്ട് എങ്കിൽ നമ്മൾക്ക് യാതൊരുവിധ ദുഃഖമോ നമ്മൾ തമ്മിൽ സ്പർദ്ധയോ വിദ്വേഷമോ ഒന്നും ഉണ്ടാവില്ല. നമ്മൾ ഇതൊന്നും വെട്ടിപ്പിടിക്കാൻ വേണ്ടി ശ്രമിക്കില്ല. ഇപ്പൊ നമ്മൾക്ക് എത്രയോ കോടികൾ നമുക്ക് നമ്മുടെ കയ്യിലുണ്ടെങ്കിലും വീണ്ടും വീണ്ടും വെട്ടിപ്പിടിക്കുവാനുള്ള ഈ ആഗ്രഹം എന്തുകൊണ്ടാണ്? ഇപ്പൊ വലിയ വേദാന്തം പറയുന്ന ആളുകൾ ഉൾപ്പെടെ അവരുടെ എല്ലാ സുഖസൗകര്യം, ഭൗതികമായിട്ടുള്ള സുഖസൗകര്യങ്ങളെ ഇല്ലാതാക്കിക്കൊണ്ട് അവർക്ക് പറ്റില്ല. അതെല്ലാം വേണം, അതും വേണം, ഇതും വേണം. പക്ഷെ അതെങ്ങനെ സാധിക്കുന്നത്? അപ്പൊ നമുക്ക് ഉള്ളപ്പോൾ സന്തോഷമായിട്ട് അത് സ്വീകരിക്കുക, ഇല്ലാത്തപ്പോഴും അതേ സന്തോഷം നമുക്ക് ഉണ്ടാകണ്ടേ? അപ്പോൾ ഭൗതികമായിട്ടുള്ള ഏറ്റക്കുറച്ചിലുകൾ, സ്വത്ത് സമ്പാദനം അല്ലെങ്കിൽ അധികാരം, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇതിനകത്തൊക്കെ നമ്മുടെ മനസ്സ് അഡിക്റ്റ് ആകുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മുടെ ട്രാക്കിൽ നിന്ന് നമ്മൾ ഒരുപാട് അകലെയാണ് നമ്മൾ തിരിച്ചറിയണം. ആ തിരിച്ചറിവ് ഒരുപക്ഷെ നമ്മളെ ആ ഏറ്റവും ഉദാത്തമായിട്ടുള്ള തലത്തിലേക്ക് കൊണ്ട് എത്തിച്ചേക്കണം. അപ്പോ വളരെ വളരെ സൂക്ഷ്മതയോടെ കൈകാര്യം ചെയ്യേണ്ടുന്ന ഒന്നാണ് ഈ ആത്മാന്വേഷണം.
അപ്പൊ നമ്മളിങ്ങനെ ആയിരക്കണക്കിന് വർഷങ്ങളിലേക്ക് പിന്നോട്ട് പോകുമ്പോൾ നമുക്ക് അറിയാൻ സാധിക്കും ഈ കഠിനമായിട്ടുള്ള വഴിയിലൂടെ സഞ്ചരിച്ചവരുടെ എണ്ണം വളരെ കുറവാണ്. നേരെ മറിച്ച് അതിനൊന്ന് ഡൈല്യൂട്ട് ചെയ്ത് പോയിട്ടുള്ളവരാണെങ്കിലോ അത് നമുക്ക് ആയിരക്കണക്കിന് ഒക്കെ ആളുകളുണ്ട്. പക്ഷെ അതൊക്കെ അവരുടെ ആ ഒരു പ്രാരബ്ധങ്ങൾക്കനുസരിച്ച് അവർ സെലക്ട് ചെയ്ത് പോയ വഴികളാണ്. അപ്പൊ നമ്മളും അതുപോലെ സാമട്ടിൽ പോകേണ്ടവരല്ല. നമുക്ക് എത്രയും പെട്ടെന്ന് ഈ സംസാര സമുദ്രത്തെ നമുക്ക് അക്കരെ പറ്റുവാൻ വേണ്ടിയിട്ട്, ഇതിനെ എന്നേക്കുമായിട്ട് ഇല്ലായ്മ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് നമ്മുടെ സാധനയെ, നമ്മുടെ നിധിധ്യാസനത്തെ നമുക്ക് മാറ്റേണ്ടതായിട്ടുണ്ട്. അപ്പോ ഗുരുവിന്റെ ഈ ഒരു സൂക്ഷ്മമായിട്ടുള്ള തലത്തെ നമ്മൾക്ക് കാണുവാനും അതിലൂടെ നമുക്ക് സഞ്ചരിക്കുവാനും ഒക്കെ എത്രമാത്രം സൂക്ഷ്മത നമുക്ക് ആവശ്യമുണ്ട്. നമ്മുടെ മുൻവിധികളെയൊക്കെ നമ്മൾ എത്രയോ പറിച്ചു മാറ്റേണ്ടതായിട്ടുണ്ട്. പലപ്പോഴും പലതും ബ്ലോക്കായിട്ട് നിൽക്കുന്നത് ഈ മുൻവിധികളാണ്. ആത്മാവിനെ കാണാം, ആത്മാവിനെ സാക്ഷാത്കരിക്കാം, ആത്മാവിനെ അനുഭവിക്കാം എന്നൊക്കെയുള്ള ഈ വാക്കുകളിൽ പിടിച്ച് നമ്മൾ അന്വേഷിച്ചു പോകുമ്പോൾ നമ്മൾക്ക് ആ രീതിയിൽ ഇത് കിട്ടാതെ വരുമ്പോൾ നമ്മൾ തകർന്നു പോകും. എന്തുകൊണ്ടാണ്? അവിടെ ഈ ആത്മാവിനെ, ഈ പരമ്പൊരുളിനെ വെളിയിൽ തേടുന്ന ഒരു ജീവൻ, ഒരു മനസ്സ്, ആ വെളിയിലുള്ള തേടൽ നിർത്തിയാൽ മാത്രമേ ഇത് നമുക്ക് കരസ്ഥമാകുള്ളൂ. അപ്പോ അതിനാണ് നമുക്കൊരു ശരിയായിട്ടുള്ള ഒരു ഫിസിക്കൽ ആയിട്ടുള്ള ഒരു ഗുരു അനിവാര്യമാണെന്ന് പറയുന്നത്. ഇപ്പോ വിസിബിൾ അല്ലാത്ത പല ഗുരുക്കന്മാരുണ്ട്. അത് ചിലർക്ക് മാത്രമാണ് വിസിബിൾ. പക്ഷെ നമ്മൾ സാധാരണ ആളുകൾക്ക് ഇതിനകത്തൊക്കെ ഒരു കൃത്യതയുള്ള, നമുക്ക് ആ ഒരു കൃത്യമായൊരു ചോദ്യങ്ങൾ ചോദിച്ചാൽ നമുക്ക് സംശയമില്ലാത്ത രീതിയിൽ, ഇനി അഥവാ സംശയങ്ങൾ വന്നാലും ആ സംശയങ്ങളെയൊക്കെ നിവർത്തിച്ചു കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു ഗുരുവിനെ നമുക്ക് വേണം. അത് നമ്മളുടെ പ്രാരബ്ധത്തിനനുസരിച്ചായിരിക്കും. ചിലപ്പോൾ ചിലർക്ക് നേരത്തെ കിട്ടും, ചിലർ പല സ്ഥലങ്ങളിലൊക്കെ പോയി അവസാനമായിരിക്കും കിട്ടുന്നത്. അത് കിട്ടിക്കഴിയുമ്പോഴോ അതോടുകൂടി അവർക്ക് കൃതകൃത്യത എന്ന് പറയും. പിന്നെ അവരുടെ പരിഭവങ്ങളും പരാതികളും ഒക്കെ എന്നേക്കുമായിട്ട് ഇല്ലാതാവുകയാണ്. അപ്പൊ ഈ ആത്മാവിന്റെ നിറവ്, ഈ ധർമ്മിയുടെ നിറവ്, അല്ലെങ്കിൽ ധർമ്മിയാണ് എല്ലാത്തിനെയും അതിന്റെ ചാലകശക്തിയായിട്ട് പ്രവർത്തിപ്പിക്കുന്നത് എന്നുള്ള ആ ഒരു അറിവ് ശരിക്കും പറഞ്ഞാൽ നമ്മളുടെ ഇങ്ങനെയുള്ള ഒരു വിശകലനത്തിലൂടെ മാത്രം നമുക്ക് ഉണ്ടാകുന്നതാണ്. അതല്ലാതെ നമ്മൾ എങ്ങനെയെങ്കിലും ഇതൊക്കെ ഇങ്ങനെ നമ്മളിങ്ങനെ ഫോളോ ചെയ്ത് നമ്മളിങ്ങനെ മുൻവിധിയോടുകൂടി പോയാലോ നമുക്കത് ഉണ്ടാവില്ല. അപ്പോ ആ രീതിയിലേക്ക് നമ്മൾക്ക് നമ്മുടെ മനസ്സിനെയും നമ്മുടെ ബുദ്ധിയെയും ഒക്കെ ഒന്ന് പാകപ്പെടുത്തി എടുക്കുക എന്ന് പറയുന്നത് കഠിനമായിട്ടുള്ള ഒരു ജോലിയാണ്. തന്നെയല്ല, നമ്മുടെ ഈ സാധനാ മാർഗത്തിൽ അത് നമുക്ക് ഒരുപാട് ഗുണം ചെയ്യുന്നതുമാണ്. അപ്പോ ഏവരും ഈ രീതിയിൽ നമ്മുടെ ധർമ്മത്തെ ധർമ്മിയായി തെറ്റിദ്ധരിക്കാതെ ധർമ്മത്തെ ധർമ്മമായിട്ട് കാണുകയും ആ ധർമ്മത്തിന്റെ അന്തർധാരയായിട്ട് വർത്തിക്കുന്ന അതിനെ ധർമ്മിയായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കണം. ഗുരു അതാണ് പറയുന്നത്. അപ്പോ അറിവതു ധർമ്മിയയല്ല ധർമ്മമാം, ഈ അരുളിയ ധർമ്മി അദൃശ്യമാകയാല് ധര മുതലായവ ഒന്നുമില്ല, താങ്ങുന്നൊരു വടിവാം അറിവുള്ളത് ഓർത്തിടുകയാണ്. അപ്പൊ ഈ രീതിയിൽ നമ്മളെ എല്ലാം താങ്ങി നിർത്തുന്ന, എല്ലാത്തിനും സാക്ഷിയായിട്ട് നിൽക്കുന്നത് ഈ ധർമ്മിയാണ് എന്നുള്ള അവബോധത്തിൽ നമുക്ക് തൽക്കാലം നമ്മളുടെ ഇന്നത്തെ ഈ ഒരു ക്ലാസ് ഇവിടെ നിർത്താം. സംശയം ഉള്ളവർക്ക് സംശയങ്ങൾ ചോദിക്കാം. അത് കഴിഞ്ഞ് നമുക്ക് ഇന്നത്തെ ഇവിടെ സമാപനം കുറിക്കാം.
എല്ലാവർക്കും നമസ്കാരം. ഹരി ഓം സ്വാമിജി. നമസ്തേ. സ്വാമിജി ഒരുപാട് സമയം പറഞ്ഞു. എന്നിട്ടും എനിക്ക് ഇപ്പൊ 60 ധർമ്മിയെയല്ല ധർമ്മാമി അരുളിയ ധർമ്മി അദൃശ്യമാകയാല് എന്ന് അതെ. പറഞ്ഞാൽ ധർമ്മിയെയല്ല കാണുന്നത് ധർമ്മത്തെയാണ്, ധർമ്മി അദൃശ്യമാണ് എന്നല്ലേ പറഞ്ഞത്? അതെ അതെ അതെ. അപ്പൊ ആ അതായത് നമ്മൾ ധർമ്മി എന്ന് പറഞ്ഞാൽ എന്തോ അത് മനസ്സിലാവുന്നില്ല. എനിക്ക് ഇത്രയും പറഞ്ഞിട്ടും എനിക്ക് മനസ്സിലായില്ല. ധർമ്മി അല്ലേ? ധർമ്മി എന്ന് പറയുന്നതാണ് ശരിക്കും നമ്മൾ ഈ പരമ്പൊരുൾ, പരമാത്മാ, ദൈവം എന്നൊക്കെ പറയുന്നത്. ഗുരു ധർമ്മി എന്ന് മാത്രം സൂചിപ്പിച്ചാണ്. ഇതിനെല്ലാത്തിന്റെയും അന്തർധാരയായിട്ട് എല്ലാത്തിനെയും പ്രവർത്തിപ്പിക്കുന്ന ആ ചാലക ശക്തിയാണ്. അതിനെയാണ് നമ്മൾ ദൈവം എന്ന് പറയുന്നത്, ഞാൻ എന്ന് പറയുന്നത്, അതുപോലെ പരമ്പൊരുൾ എന്ന് പറയുന്നത്, പരബ്രഹ്മം എന്ന് പറയുന്നത് ഒക്കെ ഒന്ന് തന്നെയാണ്. അപ്പൊ ഇതിന്റെ ഇപ്പൊ നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന സംഭവങ്ങൾ, ഈ സൃഷ്ടിയാണ് ഇവിടെ ഗുരു ധർമ്മം എന്ന് പറയുന്നത്. ധർമ്മം അത് വെച്ചിട്ടുണ്ടെങ്കിൽ ഗുരു ഒരു വാക്ക് മാറ്റി ഉപയോഗിച്ചെന്ന് മാത്രമേ ഉള്ളൂ. ഈ പ്രപഞ്ചത്തെ, ഈ സൃഷ്ടിയെ കാണുന്നത് ഇതെല്ലാം ആ പ്രപഞ്ച സൃഷ്ടാവിന്റെ സൃഷ്ടിയായിട്ടാണ്, അല്ലെങ്കിൽ അതിന്റെ ധർമ്മമായിട്ടാണ് കാണുന്നത്. അതുകൊണ്ട് ധർമ്മി എന്ന് പറയുന്നത് വളരെ ലളിതമാണ്. ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചിരിക്കുന്നത് ഏതൊരു ശക്തിയാണോ അതിനെയാണ് ധർമ്മി എന്ന് പറയുന്നത്. ആ സൃഷ്ടിച്ചിരിക്കുന്ന സംഗതികളെല്ലാമാണ് നമ്മൾ നമ്മുടെ കണ്ണുകൊണ്ട് കാണുന്നതൊക്കെ. അത്രയും അങ്ങനെ മനസ്സിലാക്കിയാൽ അതപ്പോ എളുപ്പമാണ്. മനസ്സിലായി. പിന്നെ ധര എന്ന് പറഞ്ഞാൽ എന്തുവാ? ധര എന്ന് പറയുന്നത് ഭൂമിയാണ്, ഭൂമി, എർത്ത്. അപ്പൊ ഈ ധര എന്ന് പറയുമ്പോൾ അതിന് ധര മുതലായവ എന്ന് പറയുമ്പോൾ ഭൂമി, ആകാശം, വായു, അതുമായിട്ട് ബന്ധപ്പെട്ട ആ പഞ്ചഭൂതങ്ങളാണ്. പൃഥ്വി, അപ്പ്, തേജസ് അങ്ങനെ വരുന്നതാണ്. പൃഥ്വി, തേജോ, വായു, ആകാശം. അപ്പോ ധര ഈ ഭൂമി, അതുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന പിന്നെ ആകാശം, അങ്ങനെ ആ പഞ്ചഭൂതങ്ങളാണ്. നമ്മൾ പഞ്ചഭൂതങ്ങൾ എന്ന് പറയുന്നതിനാണ് അങ്ങനെ ഗുരു മുതലായവ എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമ്മൾ അങ്ങനെ മനസ്സിലാക്കിയാൽ മതി. താങ്ങുന്ന ഒരു വടിവാം, ഇതിനെല്ലാത്തിനും താങ്ങുന്ന, ഇതിനെല്ലാത്തിനും നിലനിർത്തുന്ന ഒരു വടിവ് എന്ന് പറയുന്നത് ആ അറിവാണ്. അവിടെ ഗുരു അറിവെന്ന് പറഞ്ഞ ഈ ധർമ്മിയെ തന്നെയാ പറയുന്നത്, ഈ പരമ്പൊരുളിന് തന്നെയാ പറയുന്നത്. അപ്പൊ അങ്ങനെയാണ് നമ്മളിത് ഓർക്കേണ്ടത്, നമ്മൾ ചിന്തിക്കേണ്ടത്, മനസ്സിലാക്കേണ്ടത്. അപ്പൊ ഈ മനസ്സിലാക്കലിന്റെ കുഴപ്പം കൊണ്ടാണ് നമ്മൾ ദുഃഖിതരായിട്ട് മാറിയിരിക്കുന്നത്. കാരണം ഞാൻ എന്ന് പറയുന്നത് സത്യത്തിൽ ഇതാണെന്ന് നമ്മൾ തിരിച്ചറിയുമ്പോൾ അതോടുകൂടി നമ്മുടെ പ്രശ്നങ്ങൾ തീരുകയാണ്. അപ്പൊ ഞാൻ ഇതല്ല വേറെ എന്തോ ആണെന്നുള്ള അന്വേഷണത്തിലാണ് നമ്മൾ ഇങ്ങനെ അലഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതാണ് ഞാൻ നമ്മുടെ കസ്തൂരിമാനിന്റെ ഉദാഹരണം പറഞ്ഞു. കസ്തൂരി അന്വേഷിച്ചാണ് ആ മാൻ ഇങ്ങനെ സഞ്ചരിക്കുന്നത്. പക്ഷേ കസ്തൂരി അതിന്റെ നാഭിയിലിരിക്കുന്ന ആ ഗ്രന്ഥിയിൽ നിന്നാണ് ഇത് പുറത്തേക്ക് ആ സുഗന്ധം ഉണ്ടാകുന്നത് എന്ന് അത് തിരിച്ചറിയുന്നില്ല. അപ്പൊ ഇവിടെയും നമ്മുടെ ശരീരത്തിന്റെ ഉള്ളിൽ, ഹൃദയത്തിൽ ഞാനെന്ന് സ്ഫുരിച്ചുകൊണ്ടിരിക്കുന്ന, എല്ലാത്തിനെയും പ്രകാശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന, അതിനാണ് നമ്മൾ ജാഗ്രതത്തിലും സ്വപ്നത്തിലും ഒക്കെ ഇതുണ്ട്. പക്ഷെ ഇവിടെ ജാഗ്രതത്തിലും സ്വപ്നത്തിലും നമുക്ക് ദൃശ്യമുണ്ട്, പക്ഷെ ആ ദൃക്കിനെ നമ്മൾ തിരിച്ചറിയുന്നില്ല. പക്ഷെ സുഷുപ്തിയിലോ, ഡീപ്പ് സ്ലീപ്പില് ദൃശ്യമില്ല, പക്ഷെ ബാക്കി എന്തുണ്ട്? ദൃക്കുണ്ട്. അതാണ് വ്യത്യാസം. അപ്പൊ നമ്മൾ ദൃശ്യം എവിടെയാണോ സ്വാഭാവികമായിട്ട് ഇല്ലാതെ പോയത്, അതാണ് നമ്മുടെ ശരിക്കുള്ള സ്വരൂപം. അതുകൊണ്ട് തന്നെയാണ് ദൃശ്യം പരിപൂർണമായിട്ട് ഇല്ലാതായപ്പോഴാണ് നമുക്ക് ആ സുഖം, ഞാൻ സുഖമായി ഉറങ്ങി എന്ന് പറയുന്നത് ഈ മനസ്സവിടെ ഇല്ലായിരുന്നു. എൻ്റെ ശരിക്കുള്ള സ്വരൂപം എന്ന് പറയുന്നത്, നേച്ചർ എന്ന് പറയുന്നത് സുഖമാണ്. ആ സുഖത്തെ തേടിയാണ് ഞാൻ അലയുന്നത്. ഈ കസ്തൂരിമാൻ അലയുന്ന പോലെ അലയുന്നതിന്റെ കാരണം ഇത് വെളിയിലാണ് ഈ സുഖം ഇരിക്കുന്നത്, അതായത് നമ്മുടെ ഓബ്ജക്റ്റിലാണ്. നമ്മൾ അതിനു വേണ്ടിയിട്ടാണ് വലിയ വീടുണ്ടാക്കുന്നു, ഒരുപാട് പൈസ കൊണ്ടുവന്ന് സ്വിസ് ബാങ്കിലിടുന്നു. അതുപോലെ നമ്മുടെ ആഡംബരം, നമ്മുടെ പൊങ്ങച്ചം, ഇതൊക്കെ എന്തിനു വേണ്ടി നമ്മൾ ചെയ്യുന്നത്? ഈ സുഖത്തിന് വേണ്ടിയിട്ടാണ്. ഒരാള് സ്മോൾ അടിക്കുന്നു, ചാരായം കുടിക്കുന്നത്, അല്ലെങ്കിൽ അവൻ മയക്കുമരുന്ന് ഉപയോഗിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? അവന് സുഖിക്കാൻ വേണ്ടിയിട്ടാണ്. ഭൗതികമായി മറ്റുള്ള പലതിലേക്കും പോകുമ്പോൾ അതിനകത്ത് ഒരു ആത്യന്തികമായുള്ള സുഖമില്ല, നൈമിഷികമാണ്. ഇവിടെ
നൈമിഷികമല്ലാത്ത ആത്യന്തികമായിട്ടുള്ള സുഖമാണ് തനിക്ക് വേണ്ടതെന്ന് ഉള്ള ഇതുകൊണ്ടാണ് അവൻ ഇങ്ങനെ സഞ്ചരിക്കുകയാണ്. എവിടെ കിട്ടും? ഇപ്പൊ നമ്മള് ബഹിരാകാശത്ത് പോകുന്നു, ഇവിടെ എല്ലാം നമ്മൾ നോക്കി. അപ്പൊ ഇനി അവിടെ പോയിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? അപ്പോ എവിടെയാണോ മനസ്സ് കംപ്ലീറ്റ് ആബ്സെന്റ് ഇല്ലാതാകുന്നത്, അവിടെയാണ് നമുക്ക് സുഖമുള്ളത്. മനസ്സ് എല്ലാത്തിലും കൂടുതൽ കൂടുതൽ വറീഡാണെങ്കിൽ നമുക്ക് സുഖം ഉണ്ടാകുന്നില്ല. നമ്മൾ വീണ്ടും ടെൻഷനിലേക്ക് പോകുന്നു, അത് സങ്കീർണമാക്കുകയാണ്. ഉറക്കമില്ലായ്മ നമ്മുടെ ജീവിതത്തെ മൊത്തം താളം തെറ്റിക്കും. ഇപ്പൊ നമ്മൾ അമേരിക്കയിലുള്ള ആളുകൾ നമുക്ക് ജോലി തരുന്നു, അവൻ അവിടെ കിടന്ന് ഉറങ്ങിയിട്ട് നമ്മൾ ഉറങ്ങേണ്ട സമയത്ത് അവൻ നമ്മളെ കൊണ്ട് ജോലി ചെയ്യിപ്പിക്കുകയാണ്. അപ്പൊ എന്ത് പറ്റുന്നു? നമ്മൾ ഉറങ്ങേണ്ട സമയത്ത് ഉറങ്ങാതിരിക്കുമ്പോൾ നമ്മുടെ ബോഡി സിസ്റ്റം മൊത്തം കൊളാപ്സ് ആവാണ്, നമ്മുടെ എല്ലാം ബാലൻസ് തെറ്റിപ്പോവുകയാണ്. അപ്പൊ പക്ഷെ നമ്മൾക്ക് പൈസ വേണമെന്നുള്ളത് കൊണ്ട് നമ്മൾ ഇതെല്ലാം നമ്മൾ അങ്ങ് ഫോളോ ചെയ്യുന്നു. അപ്പോ ഇവിടെയൊക്കെ സംഭവിക്കുന്നത് ഈ ആത്യന്തികമായിട്ടുള്ള സുഖത്തിന് വേണ്ടിയിട്ടുള്ള ഒരു ഓട്ടമാണ് നമ്മുടെ എല്ലാം. പക്ഷെ മഹർഷി പറയുന്നു അത് ഇന്നതാണ്, അത് മനസ്സിലാക്കിയിട്ട് നീ ജീവിച്ചോ, ഒരു പ്രശ്നമില്ല. മനസ്സിലാകാതെ ജീവിക്കുമ്പോഴാണ് ഇത് പ്രശ്നം സങ്കീർണമാകുന്നത്. ഇത്രയേ ഉള്ളൂ വ്യത്യാസം. ശരി. ഹരി ഓം. ഇ വി നാരായണ. ഹരി ഓം. ഹരി ഓം. കേൾക്കുന്നില്ല അണ്ണ, പറയുന്നുണ്ടോ ഇ വി നാരായണ? കേൾക്കുന്നുണ്ട് ഇപ്പൊ. സ്വാമിജി, ഒരു സംശയം ചോദിച്ചോട്ടെ? ഇവിടെ ധര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭൂമിയാണ്, വടിവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ലളിതമായ മലയാളത്തിൽ പറഞ്ഞു കഴിഞ്ഞാല് രൂപം അല്ലെങ്കിൽ പ്രകൃതി, ആകൃതി എന്നുള്ള അർത്ഥമല്ലേ വടിവ് എന്നുകൊണ്ട് വരുന്നത്. അപ്പോൾ ഭൂമി ഈ പറഞ്ഞ ധർമ്മിയുടെ ഒരു മാനിഫെസ്റ്റഡ് ഫോം മാത്രമാണ് എന്നുള്ളൊരു അർത്ഥമാണോ വരുന്നത്? കേട്ടില്ല, ഞാൻ ഇവിടെ കറണ്ട് പോയതുകൊണ്ട് കേട്ടില്ല, ഒന്നുകൂടി പറയോ? ധര എന്ന് പറഞ്ഞാൽ ഭൂമിയാണ്. അതെ. അപ്പോ ഇവിടെ വടിവ് എന്ന് പറഞ്ഞാൽ ലളിതമായ മലയാളത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രൂപം അല്ലെങ്കിൽ പ്രകൃതി എന്നുള്ള അർത്ഥം വരുന്നുണ്ട് വടിവ് എന്ന് പറഞ്ഞാല്. അപ്പോ ഈ കാണുന്ന ഭൂമി ഒന്നും അല്ല, അത് വെറും ഒരു ആ ധർമ്മിയുടെ ഒരു മാനിഫെസ്റ്റഡ് ഫോം മാത്രമാണ് എന്നുള്ള അർത്ഥത്തിലാണോ ഈ പറയുന്നത്? അതായത് ധര മുതലായത് എന്ന് പറയുന്നത് പഞ്ചഭൂതങ്ങളാണ്. ആ പഞ്ചഭൂതങ്ങളെ നിലനിർത്തുന്നത് ഈ ഒരു വടിവാം അറിവ്. അപ്പോ അവിടെ വടിവെന്ന് പറയുന്നത് നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള ഒരു രൂപത്തെ അല്ല, ഈ ഇതിനെല്ലാം നിലനിർത്തിക്കൊണ്ടു പോകുന്ന ഏതൊരു ചൈതന്യമാണോ അത് അറിവാണ് എന്നാണ് ഗുരു പറയുന്നത്. അതെ, അത് മാനിഫെസ്റ്റഡ് ഫോം എന്ന് പറയുന്നതല്ലേ സ്വാമിജി? അതെ, മനസ്സിലായി. അങ്ങനെ ശരിയാണ്. അതെ. ഹരി ഓം. ഓം. ഹരി ഓം. രാജമ്മക്ക. ഹരി ഓം. ഹരി ഓം. ഹരി ഓം. ഇത്രയും എന്നും പറയുന്ന പോലെ അദ്വൈതത്തിന്റെ യാത്രയിൽ എത്തിച്ചേരാന്, സ്വരൂപത്തെ അറിയാന്, ആത്മാന്വേഷണത്തിലേക്ക് എത്തിച്ചേരാന് ഉള്ള വിശകലനത്തിലൂടെ വിദ്യ, അവിദ്യ, മായയുടെ പ്രഭാവം, ഇതിനെയെല്ലാം ബോധവൽക്കരിച്ചു തന്നുകൊണ്ടിരിക്കുന്ന ആദരണീയനായ സാഖ്യ ഒരുപാട് നന്ദി, അകൈവമായ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. ഇനി ഇതിന്റെ ബാക്കി കേൾക്കാൻ ഞങ്ങൾ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. നമസ്കാരം. ഇതിന്റെ എല്ലാത്തിന്റെയും ചുക്കാൻ പിടിക്കുന്ന ഗോപണ്ണന് നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. അതുപോലെ തന്നെ 29-30 ശ്ലോകങ്ങൾ ചൊല്ലിയ രാധാമണി അക്കയ്ക്ക് എന്റെ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. അതുപോലെ ഇവിടെ ഇതിന് ശ്രോതാക്കളായി എത്തിച്ചേർന്ന എല്ലാ യോഗ ബന്ധുക്കൾക്കും ഇതിന്റെ റെക്കോർഡിങ്ങിന് ചുക്കാൻ പിടിച്ച സുനേനാക്കയ്ക്കും എല്ലാവർക്കും ഈ സായ സന്ധ്യയില് എന്റെ ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. ഹരി ഓം. സർവേ ഭവന്തു സുഖിനഃ, സർവേ സന്തു നിരാമയഃ, സർവേ ഭദ്രാണി പശ്യന്തു, മാ കശ്ചിത് ദുഃഖഭാഗ്
ഭവേത്. ഓം ഗുരുഭ്യോ നമഃ. ഹരി ഓം നമഃ.